ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ LDC 2024 ആലപ്പുഴ പാലക്കാട് ജില്ലയിലെ ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. കൂടാതെ SCRT NCRT ഫാക്റ്റും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. തുടക്കക്കാരായ ഉദ്യോഗാർത്ഥിക്ക് പോലും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2025 നിങ്ങൾ എഴുതാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും ക്ലാസ് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ പഞ്ചാബ്, മധ്യപ്രദേശ്, ബീഹാർ. മധ്യപ്രദേശ്, ബീഹാർ, പഞ്ചാബ്. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ ആണ്. നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. ഗോതമ്പ് ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യ 5 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശാണ്, രണ്ടാം സ്ഥാനം മധ്യപ്രദേശ്, മൂന്നാം സ്ഥാനം പഞ്ചാബ്, നാലാം സ്ഥാനം ഹരിയാന, അഞ്ചാം സ്ഥാനം രാജസ്ഥാൻ, അത് കഴിഞ്ഞാൽ ബീഹാർ ആണ്. ഓക്കെ, അപ്പോൾ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ 5 സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒന്നാമത്തെ തന്നെ ഉത്തർപ്രദേശാണ്, രണ്ടാമത് മധ്യപ്രദേശ്, മൂന്നാമത് പഞ്ചാബ്, നാലാമത് ഹരിയാന, അഞ്ചാമത് രാജസ്ഥാൻ, ആറാമത് ബീഹാർ. നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഗോതമ്പാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നെല്ലാണ്. നെല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നതും ഗോതമ്പ് തന്നെയാണ്. രാജ്യത്തെ ആകെ കൃഷിയുടെ 14% ഗോതമ്പ് കൃഷിയാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ്. ഓക്കെ, അപ്പോൾ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം നിലവിൽ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ മേഖല ചോദിച്ചു കഴിഞ്ഞാൽ അത് മിതോഷ്ണ മേഖലയാണ്. ഓക്കെ, അപ്പോൾ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ മേഖലയാണ് മിതോഷ്ണ മേഖല. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലും 75 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴയുമാണ് ഈ കൃഷിക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴയുമാണ്. അല്ലെങ്കിൽ നമുക്ക് താപനില 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ, അതായത് വിതയ്ക്കുന്ന സമയത്ത്. ഇനി 21 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കായ്കൾ വിളയുന്ന ആ ഒരു സമയത്തെ നിലവിലത്തെ താപനിലയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില, 75 സെൻറ്റിമീറ്റർ മഴയുമാണ് ഇതിൻ്റെ അകത്ത് നിലവിൽ വേണ്ടതെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ വിതയ്ക്കുന്ന സമയത്ത്, ഗോതമ്പ് വിതയ്ക്കുന്ന സമയത്തുള്ള താപനില ചോദിച്ചു കഴിഞ്ഞാൽ അത് 10 ഡിഗ്രി മുതൽ 15 ഡിഗ്രി സെൽഷ്യസും, എന്നാൽ ഇത് കായ്കൾ വിളയുന്ന സമയത്താണെങ്കിലോ 21 മുതൽ 26 ഡിഗ്രി സെൽഷ്യസും ആണുള്ളത്, ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാന പ്രദേശങ്ങളാണ് ഗംഗാ സത്ലജ് പ്രദേശവും ഡെക്കാനിലെ കറുത്ത മണ്ണ് പ്രദേശവുമാണ് ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാന പ്രദേശങ്ങളായിട്ട് പറയുന്നത്. ശൈത്യകാല വിളയായതിനാൽ ജലസേചനത്തെ ആശ്രയിച്ചാണ് ഗോതമ്പ് കൃഷി മുന്നോട്ടേക്ക് പോകുന്നത്. ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലും മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയുടെ ഭാഗങ്ങളിലും മഴയെ മാത്രം ആശ്രയിച്ചാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ ഉത്തര മധ്യ മേഖലകളിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്ന ആകെ പ്രദേശത്തിൻ്റെ 85% കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഗോതമ്പിൻ്റെ ഉൽപാദന ശേഷി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശും, അത് കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. ഇത് 2022-23 എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്, നിലവിൽ ഇത് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപാദന ശേഷി എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണെന്നുള്ളതും
അതിനുശേഷം മധ്യപ്രദേശാണെന്നുള്ളതും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റുമായി ബന്ധപ്പെട്ട് SCERT NCERT കൂടാതെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മക്കളെ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കാരണം ഇനിയും ഈ ചോദ്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് 2025 ആവർത്തിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഗോതമ്പ് ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന നിലവിലെ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന ഉൽപ്പാദനത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഈ ശ്രേണിയിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഗോതമ്പ് ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ 5 സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ മക്കളെ, ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പ് ഉത്തർപ്രദേശ്, രണ്ടാമതാണ് മധ്യപ്രദേശ്, മൂന്നാമതാണ് പഞ്ചാബ്, നാലാമത് ഹരിയാന, അഞ്ചാമത് രാജസ്ഥാൻ, ആറാമത് ബീഹാർ. അപ്പോൾ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് ഗോതമ്പാണ്. നെല്ല് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഏതാ? ഗോതമ്പാണ്. ഇനി ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനം നിൽക്കുന്നതും ഏത് വിള തന്നെയാണ്? ഗോതമ്പ് വിള തന്നെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. രാജ്യത്തെ ആകെ കൃഷിയുടെ 14% എന്താണ്? ഗോതമ്പ് കൃഷിയാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ്. അതായത് നിലവിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിലാണ്. അത് തന്നെയാണ് ഗോതമ്പ് കൃഷിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്. അപ്പോൾ നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഓപ്ഷനിൽ എക്കൽ മണ്ണ് ഉള്ളൂവെങ്കിൽ എക്കൽ മണ്ണ് തന്നെ എടുക്കുക. ഇനി എക്കൽ മണ്ണിൻ്റെ കൂടെ എന്താണ്? നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉണ്ടെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ മേഖലയാണ് മിതോഷ്ണ മേഖല. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ്. അതേപോലെ തന്നെ 75 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴയും. ഇതാണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിലവിലത്തെ നില എന്ന് പറയുന്നത്. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ PSC ഈ പറയുന്ന നെല്ലിൻ്റെ ചോദിക്കാറുണ്ട്, ഗോതമ്പിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലവിലെ SCERTയിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം പഠിക്കണം. അപ്പോൾ എന്താണ് നിലവിൽ ഗോതമ്പിൻ്റെ നമ്മൾ ഓർത്ത് വയ്ക്കുക, 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില വേണ്ടത്. അതേപോലെ തന്നെ അതോടെ കിട്ടേണ്ട മഴ നോക്കിക്കഴിഞ്ഞാൽ 75 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴയാണ് ആ ഒരു സമയത്ത് ഗോതമ്പ് കൃഷിക്ക് വേണ്ടതെന്നുള്ളതും ഓർത്തു വയ്ക്കുക. താപനില 10 ഡിഗ്രി മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ് വിതയ്ക്കുന്ന സമയത്ത് ഗോതമ്പിന് വേണ്ടത്. 10 ഡിഗ്രി മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ. 21 to 26 ഡിഗ്രി സെൽഷ്യസ് ആണ് കായ്കൾ വിളയുന്ന സമയത്ത് വേണ്ടത്. കായ്കൾ വിളയുന്ന സമയത്താണ് 21 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ വേണ്ടത്. ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാന പ്രദേശങ്ങളാണ് ഗംഗ സത്ലജ് പ്രദേശവും ഡെക്കാനിലെ കറുത്ത മണ്ണ് പ്രദേശവും. ശൈത്യകാല വിളയായതിനാൽ ജലസേചനത്തെ ആശ്രയിച്ചാണ് ഗോതമ്പ് കൃഷി മുന്നോട്ടേക്ക് പോകുന്നത്. ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലും മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയുടെ ഭാഗങ്ങളിലും മഴയെ മാത്രം ആശ്രയിച്ചാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ ഉത്തര മധ്യ മേഖലകളിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ആകെ പ്രദേശത്തിൻ്റെ 85% എന്താണ്? ഗോതമ്പ് കൃഷിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗോതമ്പിൻ്റെ ഉൽപ്പാദനശേഷി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഇത് 2022-23 എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് പ്രകാരമാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശും രണ്ടാമത് മധ്യപ്രദേശുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന മേഖല, ഓക്കെ, നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നോക്കാം. ഓപ്ഷൻ എ, ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഉത്തരം ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ പരിധിയിൽ പെടാത്തത്. ഓക്കെ, അനിൽ വരാത്തത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനും പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നമ്മൾ 2024 അല്ലെങ്കിൽ 2025 അല്ലെങ്കിൽ ഇനി PSC നടത്തുന്ന ഏതൊരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ വരുന്ന ഹോട്ട് ടോപ്പിക്സിലെ ഒരു ടോപ്പിക്കാണ് നീതി ആയോഗ്. അപ്പോൾ മക്കളെ, നീതി ആയോഗ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. വരാനിരിക്കുന്ന
ASM ആണെങ്കിലും കമ്പനി ബോർഡ് LGS ആണെങ്കിലും VFA ആണെങ്കിലും VVO ആണെങ്കിലും അങ്ങനെ എല്ലാ എക്സാമുകൾക്കും ഒരു ടോപ്പിക്ക് ഉറപ്പായിട്ടും ഏത് വരും, ആ നീതി ആയോഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. ഓർത്തു വച്ചോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. നീതി ആയോഗിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നയത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഉടനീളം പ്രസക്തമായതും തന്ത്രപരവും സാങ്കേതികപരവുമായ ഉപദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ സർക്കാരുകൾക്ക് നൽകി ഒരു ഉപദേശക തിങ്ക് ടാങ്കായി നീതി ആയോഗ് പ്രവർത്തിക്കുന്നു. അപ്പോൾ തിങ്ക് ടാങ്കായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്, നീതി ആയോഗ്. ഓക്കെ, ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഓക്കെ, അപ്പോൾ നിലവിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ്? അതായത് ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതേപോലെ തന്നെ എന്താണ്, നയത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഉടനീളം അതായത് കാഴ്ചപ്പാട് പങ്കിടുന്നതിനും വികസിപ്പിക്കുന്നതിനും സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളുടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പങ്കിടുന്നതിനും വികസിപ്പിക്കുന്നതിനും സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണയും സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളുടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന തലങ്ങളിൽ ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ആസൂത്രണത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക്, അതായത് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന സമീപനമാണ് നീതി ആയോഗ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആസൂത്രണത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് എന്ന സമീപനമാണ് നീതി ആയോഗ് സ്വീകരിച്ചിരിക്കുന്നത്. തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും ഫലപ്രാപ്തിയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും ഫലപ്രാപ്തിയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പരിശീലകർ, മറ്റു പങ്കാളികൾ എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ നീതി ആയോഗ് അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണ സംവിധാനവും സൃഷ്ടിക്കുന്നു. സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ പ്രത്യേക മേഖലകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകൽ. അത്യാധുനിക റിസോഴ്സ് സെൻറ്റർ നിലനിർത്തുന്നതിന് സുസ്ഥിരവും തുല്യവുമായ വികസനത്തിലെ നല്ല ഭരണത്തെയും മികച്ച സമ്പ്രദായങ്ങളെയും കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു ശേഖരമായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ഈ പറയുന്ന നമ്മുടെ നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോഗ്രാമുകളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള സഹകരണം, നവീകരണത്തിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അതായത് നീതി ആയോഗ്, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇന്ന് നമ്മുടെ ഹോട്ട് ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം. PSC ഒത്തിരി തവണ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ധർമ്മങ്ങളായിരുന്നു നയത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഉടനീളം
പ്രസക്തമായതും തന്ത്രപരവും സാങ്കേതികപരവുമായ ഉപദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ സർക്കാരുകൾക്ക് നൽകി ഒരു ഉപദേശക തിങ്ക് ടാങ്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? യെസ്, നീതി ആയോഗ്. ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പങ്കിടുന്നതിനും വികസിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ, സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളുടെയും സഹകരണ ഫെഡറലിസം വളർത്തുക, ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന തലങ്ങളിൽ ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ആസൂത്രണത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് എന്ന സമീപനമാണ് നീതി ആയോഗ് സ്വീകരിച്ചിരിക്കുന്നത്. തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും ഫലപ്രാപ്തിയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പരിശീലകർ, മറ്റു പങ്കാളികൾ എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ നീതി ആയോഗ് അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണ സംവിധാനവും സൃഷ്ടിക്കുന്നു. സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ പ്രത്യേക മേഖലകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകൽ. അത്യാധുനിക റിസോഴ്സ് സെന്റർ നിലനിർത്തുന്നതിന് സുസ്ഥിരവും തുല്യവുമായ വികസനത്തിലെ നല്ല ഭരണത്തെയും മികച്ച സമ്പ്രദായങ്ങളെയും കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു ശേഖരമായി തീരുക എന്നുള്ളതും നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. ഇതൊക്കെയായിരുന്നു നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഏത് ഇന്ത്യൻ പൊതുമേഖല ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്? അപ്പോൾ ഓപ്ഷൻ നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ. ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ് ഇന്ന് ഏറ്റവും വലിയ ബാങ്കുകളിലെ രണ്ടാമത്തെ ബാങ്ക്. ബാങ്ക് ഓഫ് ബറോഡ BOB സ്ഥാപിതമായതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1908 ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഡോദരയാണ്. വഡോദരയിലാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം. 2019 ഏപ്രിൽ 1 വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നിവ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. ബാങ്ക് ഓഫ് ബറോഡയാണ് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പൊതുമേഖല ബാങ്കായിട്ട് ഇന്ന് കരുതപ്പെടുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയാണ് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പൊതുമേഖല ബാങ്ക്. ഓപ്ഷനിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1894 മെയ് 19 പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത്. എന്നാൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1895 ഏപ്രിൽ 12 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ സ്ഥാപിതമായത് 1894 മെയ് 19 പ്രവർത്തനം ആരംഭിച്ചത് 1895 ഏപ്രിൽ 12 പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. കാനറ ബാങ്ക് രൂപീകരിച്ച വർഷം 1906 കാനറ ബാങ്ക് രൂപീകരിച്ചത്. കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. കാനറ ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1969 കാനറ ബാങ്ക് ദേശസാൽക്കരിച്ചത്. അപ്പോൾ ബാങ്കിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ, രൂപീകരിച്ചത് 1906 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 2022 ലണ്ടനിൽ നടന്ന ഗ്ലോബൽ ബാങ്കിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യൻ വിഭാഗത്തിനുള്ള ബാങ്കേഴ്സ് ബാങ്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ബാങ്കാണ് കാനറ ബാങ്ക്. അപ്പോൾ 2022 ലണ്ടനിൽ നടന്ന ഗ്ലോബൽ ബാങ്കിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യൻ വിഭാഗത്തിനുള്ള ബാങ്കേഴ്സ് ബാങ്ക് ഓഫ് ദി ഇയർ ഇന്ത്യൻ പുരസ്കാരം നേടിയ ബാങ്ക് കാനറ ബാങ്ക്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖല ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് SBI. ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും SBI തന്നെയാണ്. SBI ലയനം 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിപ്പിച്ചത് 2017 ഏപ്രിൽ 1 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിപ്പിച്ചത്. SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളാണ്
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഭാരതീയ മഹിളാ ബാങ്ക്. അങ്ങനെ ഇത്രയും ബാങ്കുകൾ നിലവിൽ എന്തിൽ ലയിപ്പിച്ചു? SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളാണ്. അപ്പോൾ 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലയിപ്പിച്ചിട്ടുണ്ട്. മൊത്തം 6 എണ്ണം. 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ മറ്റ് ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അതേപോലെ തന്നെ ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറയിൽ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. അങ്ങനെ ഇന്ന് നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 12 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ എത്രയാണ്? 12 എണ്ണമാണ്. അപ്പോൾ നിലവിലെ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണമാണ് 12. അപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടി ഓടിച്ചു പറയാം. കാരണം ഈ ഒരു ചോദ്യം ഏതെങ്കിലും ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ഇനിയും നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായത് 1908. ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് പൊതുമേഖലാ ബാങ്ക് കുറെ ബാക്കിയുള്ള പൊതുമേഖലാ ബാങ്കുകളും ലയിപ്പിച്ച് ഇന്ന് നിലവിൽ ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. അതായത് BOB. ഫസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, സെക്കൻഡ് BOB ആണ്. ഓക്കെ, 1908 BOB സ്ഥാപിതമായത്. BOBയുടെ ആസ്ഥാനം വഡോദരയാണ്. 2019 ഏപ്രിൽ 1 വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നിവ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിച്ചത്. ബാങ്ക് ഓഫ് ബറോഡയാണ് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക്. അതേപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായി 1894 മെയ് 19. എന്നാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ 95 ഏപ്രിൽ 12. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. കാനറ ബാങ്ക് രൂപീകരിച്ചത് 1906. കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം ബംഗളൂര്. ദേശസാൽക്കരിച്ചത് 1969. 2022 ലണ്ടനിൽ നടന്ന ഗ്ലോബൽ ബാങ്കിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യൻ വിഭാഗത്തിനുള്ള ബാങ്കേഴ്സ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ബാങ്ക് കാനറ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല വാണിജ്യ ബാങ്ക് ചോദിച്ചാൽ അത് SBI. ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള SBI ആണ്. SBI ലയനം 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിപ്പിച്ച് 2017 ഏപ്രിൽ 1. SBIയിൽ ലയിപ്പിച്ച മറ്റു ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഭാരതീയ മഹിളാ ബാങ്ക്. 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ മറ്റു ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അതേപോലെ ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ, അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിപ്പിച്ചു. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇനിയും ചോദിക്കും. എണ്ണം 12. അടുത്തത് ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് അതായത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് പോവാം. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി. 2014 സെപ്റ്റംബർ 25 ആരംഭിച്ച പദ്ധതിയാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്നാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 2014 സെപ്റ്റംബർ 25 ഈ പദ്ധതി ആരംഭിച്ചത്. നിക്ഷേപം സുഗമമാക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ക്ലാസ് മാനുഫാക്ചറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മികച്ച രീതിയിൽ നിർമ്മിക്കുക, ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക, നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മേക്കിംഗ് ഇന്ത്യ സംരംഭം ആരംഭിച്ചത്.
നിക്ഷേപത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ആധുനികവും കാര്യക്ഷമവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, വിദേശ നിക്ഷേപത്തിനായി പുതിയ മേഖലകൾ തുറക്കുക, പോസിറ്റീവ് ചിന്താഗതിയിലൂടെ സർക്കാരും വ്യവസായവും തമ്മിലുള്ള പങ്കാളിത്തം രൂപപ്പെടുത്തുക എന്നിവയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നു. ഓക്കെ, മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വാർഷിക ഉൽപാദന മേഖലയുടെ വളർച്ച, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ജോലികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, GDPയിൽ ഉൽപാദന മേഖലയുടെ സംഭാവന ഉയർത്തുക. ഓക്കെ, അപ്പോൾ മേക്കിംഗ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വാർഷിക ഉൽപാദന മേഖലയുടെ വളർച്ച, മാനുഫാക്ചറിങ് ജോലികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, GDPയിൽ ഉൽപാദന മേഖലയുടെ സംഭാവന ഉയർത്തുക, സമഗ്രമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് നഗരങ്ങളിലും ദരിദ്രർക്കും ഗ്രാമീണ കുടിയേറ്റക്കാർക്കും ഇടയിൽ ആവശ്യമായ വൈദഗ്ധ്യം വികസിപ്പിക്കുക, ആഭ്യന്തര മൂല്യവർദ്ധനവും നിർമ്മാണ മേഖലയിലെ സാങ്കേതിക ആഴവും വർദ്ധിപ്പിക്കുക, വളർച്ച പരിസ്ഥിതിക്ക് സുസ്ഥിരമാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ മേക്കിംഗ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മേക്കിംഗ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാർഷിക ഉൽപാദന മേഖലയുടെ വളർച്ച, മാനുഫാക്ചറിങ് ജോലികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, GDPയിൽ ഉൽപാദന മേഖലയുടെ സംഭാവന ഉയർത്തുക, സമഗ്രമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് നഗരങ്ങളിലെ ദരിദ്രർക്കും ഗ്രാമീണ കുടിയേറ്റക്കാർക്കുമിടയിൽ ആവശ്യമായ വൈദഗ്ധ്യം വികസിപ്പിക്കുക, ആഭ്യന്തര മൂല്യവർദ്ധനവും നിർമ്മാണ മേഖലയിലെ സാങ്കേതിക ആഴവും വർദ്ധിപ്പിക്കുക, വളർച്ച പരിസ്ഥിതിക്ക് സുസ്ഥിരമാക്കുക, ഇന്ത്യൻ ഉൽപാദന മേഖലയുടെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ നോക്കാം നമുക്ക്. ആ രാജ്യത്തിൻ്റെ കരമേഖല, ആ രാജ്യത്തിൻ്റെ വായുമേഖല, ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല, ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിലുള്ള സമുദ്രമേഖലയാണ് നിലവിൽ ആ രാജ്യത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഭൂപ്രദേശം. രാജ്യത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലാണ് ടെറിട്ടോറിയൽ വാട്ടർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലാണ് ഏതെന്ന് പറയുന്നത് ടെറിട്ടോറിയൽ വാട്ടർ. അതേപോലെ തന്നെ ഈ മേഖലയിൽ കയറുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളും ബോട്ടുകളും തീരദേശ സേന പിടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ടെറിട്ടോറിയൽ ആ ഒരു പ്രദേശം വാട്ടർ, അതിലേക്ക് വരുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ തീരദേശ സേന പിടിച്ചെടുക്കും. തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മുതൽ 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് കണ്ടീജിയസ് സോണായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ മുതൽ 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്ര ഭാഗമാണ് കണ്ടീജിയസ് സോണായിട്ട് അറിയപ്പെടുന്നത്. തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ മുതൽ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ മുതൽ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണായിട്ട് അറിയപ്പെടുന്നത്. സമുദ്രതീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈലിന് അപ്പുറമുള്ള സമുദ്രഭാഗമാണ് ആഴക്കടൽ. അപ്പോൾ സമുദ്രതീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രഭാഗമാണ് ആഴക്കടൽ. രാഷ്ട്രരൂപീകരണത്തിന് അനിവാര്യമായ ഘടകമാണ് ഭൂപ്രദേശം. കൃത്യമായ അതിർത്തികളോടുകൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കണം. ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരതാമസമാക്കുമ്പോഴാണ് രാഷ്ട്രം രൂപപ്പെടുക. ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഭൂപ്രദേശമെന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത്.
ഭൂപ്രദേശങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് രാഷ്ട്ര രൂപീകരണത്തെ ബാധിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ലാസ്റ്റ് ചോദ്യം നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതായിരുന്നു ഇതിൻ്റെ അകത്ത് നമുക്ക് ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിലവിൽ ഉൾപ്പെടുന്ന പ്രദേശം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭൂപ്രദേശം എന്നാൽ കര വേണം, ജലമേഖല വേണം, വായുമേഖല, തീരപ്രദേശം, ഇവയെല്ലാം ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഭൂപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം എന്താണ്, കരമേഖലയുണ്ട്, വായുമേഖലയുണ്ട്, അതുപോലെ തന്നെ എന്താണ് തീരപ്രദേശമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് നിലവിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ആ രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നു. ഒരു രാജ്യത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടൽ അറിയപ്പെടുന്നതാണ് ടെറിട്ടോറിയൽ വാട്ടർ. ഈ മേഖലയിൽ കയറുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളോ അല്ലെങ്കിൽ ബോട്ടുകളോ തീരദേശ സേന പിടിച്ചെടുക്കാറുണ്ട്. തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ മുതൽ 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് കണ്ടീജസ് സോൺ എന്ന് പറയുന്നത്. 12 to 24 കണ്ടീജസ്, 12 നോട്ടിക്കൽ ആണെങ്കിൽ എന്താണ്, അതിനെ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയും. തീരദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ മുതൽ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള ആ ഒരു സമുദ്രഭാഗത്തെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത്. സമുദ്രതീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈലിന് അപ്പുറമുള്ള സമുദ്രഭാഗത്തെയാണ് നമ്മൾ ആഴക്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ എക്കണോമിക് സോൺ ഏതാണെന്നുള്ളത് അത് പറഞ്ഞു, അതേപോലെ തന്നെ കണ്ടീജസ് സോൺ. ഓക്കെ, കണ്ടീജസ് സോൺ, എക്കണോമിക് സോൺ, പിന്നെ വരുന്നതാണ് ആഴക്കടൽ. രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഘടകമാണ് ഭൂപ്രദേശം. കൃത്യമായ അതിർത്തികളോടുകൂടിയ ഒരു ഭൂപ്രദേശം ഒരു രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കണം. ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരതാമസമാക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുക. ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത്. ഭൂപ്രദേശങ്ങളുടെ വലിപ്പം ആ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തെ ബാധിക്കുന്നതല്ല എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ചോദ്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു. അതിൻ്റെ ഉത്തരവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ വളരെ വിശകലനത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ SCERT NCERT ഫാക്റ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മൊത്തമായി കണ്ടതിന് ശേഷം ഇതിൻ്റെ PDF നോട്ട് വായിക്കുക. അതിനുശേഷം വൈകിട്ട് 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടായും, അതിൽ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിൽ ആവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.